എനിക്കിതിന് മേളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ കൊണ്ട് കഴിയില്ല. ആരോഗ്യത്തിന് വ്യായാമം വളരെ നല്ലതാണ്. ഇനി വ്യായാമം ചെയ്തില്ലെങ്കിൽ അവന്റെ ജീവിതം തന്നെ പോക്കാണ്. സുഹൃത്തെ മോട്ടു, നീ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് ഞാൻ ഈ പെട്ടിക്കകത്ത് മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മരുന്ന് ശരീരത്തിലെത്തിയാൽ ശക്തി 10 ഇരട്ടി വർദ്ധിക്കും. എനിക്ക് വേണ്ട നിങ്ങളുടെ വ്യാജ മരുന്നുകളൊന്നും. നിങ്ങൾ പല പ്രാവശ്യം എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടറെ, അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആ ഇഞ്ചക്ഷൻ എനിക്കിട്ട് തരണം പ്ലീസ്. ഈ ഊർജം കിട്ടിയതുകൊണ്ട് ഞാൻ അതിനെ ദുരുപയോഗം ചെയ്യില്ല ഡോക്ടർ. അല്ല, നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? പത്തുലു പ്ലീസ്, നീയെങ്കിലും ഡോക്ടറോട് പറഞ്ഞ ആ ഇഞ്ചക്ഷൻ ഒന്ന് എനിക്കിട്ട് തരാൻ പറ. ഞാൻ വാക്ക് തരുന്നു, എനിക്ക് കിട്ടുന്ന ശക്തി ഞാൻ അനാവശ്യമായി ഉപയോഗിക്കില്ല. ഡോക്ടർ ജഡ്ക, എന്തായാലും ഈ ഇഞ്ചക്ഷൻ മറ്റാർക്കും ഇടാൻ നിൽക്കണ്ട. അത് എനിക്ക് തന്നെ ഇട്ടോളൂ. കാരണം ഇതിൽ നിന്നും കിട്ടുന്ന ഊർജം ഞാൻ ഒരിക്കലും തെറ്റായി ഉപയോഗിക്കില്ല. എന്നാ പിന്നെ എനിക്കും ഇഞ്ചക്ഷൻ ചെയ്തോളൂ. ഞാനും ശക്തിമാനാവട്ടെ. എനിക്ക് നിങ്ങളെ രണ്ടുപേരെ തന്നെയാ വിശ്വാസം. എന്റെ നടുപോയേ. ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ എവിടെയാ കുത്താൻ പോകുന്നതെന്ന്? എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. എന്റെ ശരീരത്തിലും ശക്തി കയറുന്നത് പോലെ എനിക്കും അനുഭവപ്പെടുന്നുണ്ട്. ഓടാനും ചാടാനും ഒക്കെ ഞാനിപ്പോ വെമ്പൽ കൊള്ളാണ്. കൊള്ളാം, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നിനക്ക്? പത്തിലു താഴേക്ക് ഇറങ്ങ്. എന്റെ തലയിൽ എന്ത് മുടിയുണ്ടായിട്ടാ നീ മസാജ് ഒക്കെ ചെയ്യുന്നത്? എന്തൊരു അഹങ്കാരമാണ് നിനക്ക്. താഴേക്ക് വാ, കാണിച്ചു തരാം. ഇനിയുള്ള ദിവസങ്ങളിലെ കളി കാണാൻ പോകുന്നേ ഉള്ളൂ. ഈ പട്ലുവിനെ കുറിച്ച് നീ എന്താ കരുതിയേ? എന്റെ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങി. കൊള്ളാം കൊള്ളാം കൊള്ളാം. അടിപൊളി ആയില്ലേ? ഇതെന്താ എനിക്ക് മാത്രം ഒന്നും സംഭവിക്കാത്ത? ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. ഞാൻ പറയുന്നൊന്ന് കേൾക്കണ്ട സ്നേഹിത, നിന്റെ ശക്തിയും വർദ്ധിക്കും. ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യും. എന്റെ കൂടെ വാ. എന്താ? വാ വാ വരൂ. ആയൽ ഇങ്ങോട്ട് എനിക്കുതാ. മോട്ടോ, നീ എന്താ ഡോഗിയെ പോലെയൊക്കെ കാണിക്കുന്നേ? പത്തുലു, നിനക്കറിയോ നീ ഇപ്പൊ കാണിക്കുന്നതേ കൊരങ്ങച്ചന്റെ കോപ്രായങ്ങളാണ്. അതെ, പറഞ്ഞത് ശരിയാ. പക്ഷെ അത് എങ്ങനെയാ? ഞാൻ നിങ്ങൾക്ക് തന്ന മരുന്ന് മനുഷ്യർക്ക് മൃഗങ്ങളുടെ ശക്തി കിട്ടുന്ന മരുന്നാ. എന്റെ പരീക്ഷണം വിജയിച്ചു. കണ്ടില്ലേ നീ? കൊരങ്ങനെ പോലെ, പിന്നെ മോട്ടു ഡോഗിയെ പോലെയും. ഞങ്ങളെ വീണ്ടും പറ്റിച്ചു കളഞ്ഞു അല്ലേ? എന്റെ പൊന്നു മോട്ടു, ഇതിന്റെ ഉപയോഗം നിനക്ക് അറിയാഞ്ഞിട്ടാ. നിനക്ക് പട്ടിയെ പോലെ മണം പിടിക്കാനും ഓടാനും ഒക്കെ സാധിക്കും. പിന്നെ രാത്രി മുഴുവൻ കാവലിരിക്കുക. പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടാൽ അവരെ ഓടിച്ചിട്ട് കടിക്കുക.
എന്ത് പറ്റി? എന്തിനാ നിങ്ങൾ എല്ലാരും കൂടെ ഓടുന്നു? ആ മോട്ടൂനും പത്രുവിനും ഭ്രാന്ത് പിടിച്ചു. എന്തൊക്കെയാ പിച്ചുമ്പയും പറയുന്നുണ്ട്. ഓടിക്കോ. ഏയ് മോട്ടു പത്ലു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്താ ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നിങ്ങൾ നല്ല മനുഷ്യരല്ലേ? നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. ഓക്കെ, ഏയ് മോട്ടു, എന്താ ഈ കാണിക്കുന്നത്? താനൊന്ന് താഴെ ഇറങ്ങ്. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് മണം പിടിച്ച് നോക്കുന്നതാ. ഏയ് മോട്ടു, നീ എന്തിനാ എന്നെ മണപ്പിക്കുന്നത്? എന്താ അങ്ങനെ? ഏയ് പത്ലു, നീ എന്താ ഈ കാണിക്കുന്നത്? ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല. താഴേക്ക് ഇറങ്ങ്. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ആ ജോൺ ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. അവനെ കണ്ടുപിടിക്കണം പ്ലീസ്. താൻ എന്താ കുറെ നേരം ഇങ്ങനെ മണപ്പിക്കുന്നുണ്ടല്ലോ? കയ്യിൽ എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ടുണ്ടോ? ഈ എല്ലും കഷ്ണമൊക്കെ എന്റെ പോക്കറ്റിൽ ആകെ ഒരു കർച്ചീഫേ ഉള്ളൂ. അതും എന്റേതല്ല, ആ ജോണിന്റേതാണ്. ഇതാ കണ്ടോ? ഞാൻ ജോണിനെ കണ്ടുപിടിച്ചു തരാം. അവൻ അതുവഴിയാ പോയത്. എനിക്ക് എല്ലും കഷ്ണം തരുവോ? എന്ത് എല്ലും കഷ്ണോ? എന്ന് വെച്ചാ ഇവന് വിശക്കുന്നോണ്ട് ജോണിന്റെ എല്ലാം ഊരിയെടുത്തോളോന്ന്. ഞങ്ങൾ അവനെ പിടിച്ചോണ്ട് വരാം. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ എല്ലിന്റെ കഷ്ണം തരണം എനിക്ക്. ഇപ്പൊ നിനക്ക് എല്ലിനോട് എന്താ അത്ര താല്പര്യം? അവന്റെ വർത്താനൊന്നും നിങ്ങളെ കേക്കണ്ട. നിങ്ങള് വേഗം പോയി പഴം തയ്യാറാക്കാൻ നോക്ക്. ഓ, ഒരുത്തന് എല്ലും കഷ്ണം, ഒരുത്തന് പഴം. ഇവന്മാർക്ക് ഇതെന്താ പറ്റിയ? ജോണാകും ഡോൺ. ജോൺ ആയിരിക്കും ഡോൺ. ഈ വലിയ കാട്ടിൽ ആരാണ് എന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത്? കൊള്ളാം ഡോൺ, കൊള്ളാം. കവിതയൊക്കെ വരുന്നുണ്ടല്ലോ. എടാ മണ്ടന്മാരെ, ഇത് കവിതയൊന്നുമല്ല, നമ്മുടെ ജീവിതമാണ്. ജോൺ ഇവിടെ ഒരു അധോലോകം തീർത്തിരിക്കുകയാണ്. ബോസ്, ദേ പിന്നെയും കവിത വരുന്നു. അതാ നോക്കൂ, പത്തുലുനെ പോലെ ഒരു കൊരങ്ങൻ. എടാ മണ്ടന്മാരെ, അത് പത്ലുവിനെ പോലെയുള്ള കുരങ്ങനല്ല, പത്ലു തന്നെയാണ്. പത്ലു ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മോട്ടു ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഓടിക്കോ. ഓടാം. അവന്റെ ഒരു ചാട്ടം കണ്ടില്ലേ? എങ്ങോട്ട് പോവാ? ജോണിനെ പിടിക്കാൻ അത്ര എളുപ്പമല്ല. നീ ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. ബോസ്, ഇവന്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചോ? നീ വെറുതെ ഓരോന്നും പറഞ്ഞ് എന്റെ ഉണ്ടൻ തെറ്റിക്കാതെ. ഈ വെടിയുണ്ട നിനക്കുള്ളതാ മോട്ടു. ബോസ്, റിവോൾവറിൽ ഉണ്ടയില്ല കേട്ടോ. അതെ ബോസ്, ഉണ്ട തീർന്നു പോയിരുന്നു. പുതിയത് വാങ്ങാൻ കാശില്ലായിരുന്നു. പത്ലു, ഇവന്മാർ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നു? എന്റെ മോട്ടോ, ഇനി നിനക്കുള്ള അവസരമാണ്. എന്തായി കാണിക്കുന്നത്? വിട്ടോടാ.
രക്ഷിക്കണേ. എന്റെ പൊന്നു സാറേ, മോട്ടു പത്തലിന്റെ അടുത്ത് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്ത്. സാറേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. ആ മോട്ട് ഞങ്ങളെ ആകെ കൂടെ കടിച്ചു മാന്തിപ്പറിച്ചു. ദേ കണ്ടോ? മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും തകർത്ത് കളഞ്ഞല്ലോ. എല്ലാരും പറയാറുണ്ട് ഈ ചിങ്കത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്, ഹൈലി ഇംപോസിബിൾ. പക്ഷെ ഞാനിപ്പോ പറയുന്നു ഈ മോട്ടു പത്ലുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ഞാൻ നിങ്ങൾ രണ്ടാൾക്കും വലിയൊരു സമ്മാനം തരാൻ പോകുന്നുണ്ട്. സമ്മാനമാണെങ്കിൽ എനിക്കാണ് തരേണ്ടത്. ഇത് മുഴുവനും ഞാൻ കാരണമാ സംഭവിച്ചത്. തനിക്കിതിൽ എന്താണ് പങ്ക്? ഇപ്പൊ കാണിച്ചു തരാം. ആ മോട്ടു, നിനക്ക് എല്ലും കഷ്ണം വേണോ? വേണ്ട, എനിക്ക് സമൂസ മാത്രം മതി. പത്ലു, എന്റെ ചക്കരെ, നിനക്ക് പഴം വേണോ? വേണ്ട, ഞാൻ പഴം തിന്ന് മടുത്തു. എന്റെ മരുന്ന് പ്രവർത്തനരഹിതമായെന്നാ തോന്നുന്നത്. ഇനി ഒന്നുകൂടി ആയാലോ? ഇഞ്ചക്ഷൻ എന്ന് നീയല്ല, ഞങ്ങളാണ് ഇടാൻ പോകുന്നത്. നോക്കിക്കോ, നീ എവിടെ കുത്തിയോ അവിടെ തന്നെ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഓടിക്കോ. നമ്മൾ ഈ നാട്ടുകാരെ അല്ല. മോട്ടു പത്ലുവിന്റെ അടുത്ത് കളിച്ചാൽ അവന്മാരാരെയും വെറുതെ വിടില്ല. ഇംപോസിബിൾ. നാം എല്ലാം കാണുന്നു. അങ്ങ് മഹാനാണ് സ്വാമിജി, അങ്ങ് ജ്ഞാനിയാണ്, അങ്ങ് മഹത് വ്യക്തിയാണ്. എന്നെ പറ്റി പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്, എല്ലാം ശരിയാ. നാം എല്ലാം കാണുന്നു. ഈ ബാബ മോട്ടേശ്വർ എല്ലാം അറിയുന്നു വത്സ. നിന്റെ ആദിയും അന്ത്യവും. അങ്ങക്ക് ദക്ഷിണയായി എന്താണ് ഞാൻ തരേണ്ടത് സ്വാമി? അതൊന്നും വേണ്ട വത്സ. നോം ഒരു സന്യാസിയാണ്. ഒന്നിനോടും നോമിന് താല്പര്യമില്ല. നിർബന്ധമെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. വേറെ എന്ത് തരാനാ സ്വാമി? മറ്റെന്തെങ്കിലും വത്സ. മറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാമി? പറഞ്ഞ മനസ്സിലാക്കു വത്സ. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കൂ എന്റെ വത്സ. ഓ, അതാണോ? പിടികിട്ടി പിടികിട്ടി. ഇതാ കഴിച്ചാലും സമോസ സ്വാമി. സമോസ കഴിച്ചിട്ട് ഭാവി ഒന്ന് പ്രവചിച്ചാലും. എന്ത് പറ്റി സ്വാമിജി? ഒരു സമൂസയിൽ ഒതുങ്ങുന്നതല്ല വത്സ നിന്റെ ഭാവി. കാരണം നിന്റെ ഭാവി വളരെ വലുതാണ്. നീ തന്ന സമൂസയോ വളരെ ചെറുതും. എന്നാൽ ഇത് മുഴുവനുമായിട്ട് അങ്ങ് പിടിച്ചോ. എന്റെ ഭാവി ഒന്ന് പ്രവചിക്കൂ. നീ ഇവിടെ സമൂസം തിന്നിരിക്കാണോ? സിംഗം നമ്മളെ വിളിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഷെയ്ഖ് ഹബീബിയുടെ റെഡ് ഡയമണ്ട് എക്സിബിഷൻ ഇവിടെ നടക്കാൻ പോവാണ്. അതിനു വേണ്ടി സിംഗം സാർ നമ്മളെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആയി നിയമിച്ചിരിക്കുകയാണ്. നീ എന്തൊക്കെയാ ഈ പറയുന്നത് പത്ലു? മോട്ടേശ്വർ സ്വാമിക്ക് ചിങ്കത്തിനെ എങ്ങനെ അറിയാം? തമാശ കള മോട്ടു, കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്ക. അല്ല മോട്ടു, നീയോ? ജഡ്കയുടെ വീട്ടില് വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ വിറ്റ് കാശാക്കി ആർഭാടായിട്ട് ജീവിക്കാം. അപ്രത്യക്ഷമാക്കാവുന്ന സ്റ്റിക്കറോ? ഇത് മോഷ്ടിച്ച് വിറ്റാൽ കോടീശ്വരനായി മാറാം. നീ എന്താണ് കിടന്ന് ചിടുങ്ങുന്നത്? ഡോക്ടർ ചട്ക, നിങ്ങളത് എവിടെയാണ്? വീട്ടിലും കണ്ടില്ല, ലാബിലും കാണുന്നില്ല. ആരാണ് നീ? ഞാൻ ആദ്യം വന്നത് ഡോക്ടറെ, ഞാൻ ആദ്യം കാണും. താനാരാണ്? എന്റെ പേര് കങ്കാലെന്നാണ്. ഞാൻ എന്ത് കഴിച്ചാലും വയറ്റിൽ നിന്ന് പുറത്തോട്ട് പോകും. എന്റെ വയറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പൊളിച്ചെടുത്തല്ലോ. ആരെങ്കിലും രക്ഷിക്കണേ. എടോ, ഇത് ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നം തന്നെയാണ്. ഭൂതപ്രേത പിശാചുകൾ, ഭൂതപ്രേത പിശാചുകൾ, എനിക്ക് പേടിയാണ്. ഭൂതപ്രേത പിശാചുകൾ എനിക്ക് പേടിയാണ്, പേടിയാണ്, പേടിയാണ്.
നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എന്നെ കണ്ടിട്ട് പേടിയാകുന്നുണ്ടോ? ഇല്ല താൻ കാണാൻ നല്ല സുന്ദരനാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെയും എന്നെ പോലെ തന്നെ സുന്ദരനാക്കി തരാം. വേണ്ട. എനിക്ക് തന്റെ അത്ര സുന്ദരനാവണമെന്ന് യാതൊരു താല്പര്യമില്ല. ഇവനാകെ പേടിച്ചു പോയല്ലോ. ഇത് കണ്ടോ, അപ്രത്യക്ഷമാകാനുള്ള സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കിയതാ. ഈ ബട്ടൺ അമർത്തിയാൽ സ്റ്റിക്കർ പുറത്തേക്ക് വരും. ഇത് ശരീരത്തിൽ ഒട്ടിച്ചാൽ ആൾ അപ്രത്യക്ഷമാകും. സ്റ്റിക്കർ തിരിച്ചെടുത്താൽ പൂർവ്വസ്ഥിതിയിലുമാകും. ഇങ്ങനത്തെ സ്റ്റിക്കർ എന്റെ കയ്യിൽ കിട്ടിയാലേ ഞാനൊരു കോടീശനാകും. നീയല്ല ഞാൻ. ഈച്ച കത്രക്കായോ? എത്ര അടിച്ചാലും ചാവില്ല. ഈച്ച നോക്കൂ ബോസ്, ഞാൻ എന്താണ് മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഞാനിവിടെ ഷെയ്ഖ് അൽ ഹബീബിയുടെ വജ്രം മോഷ്ടിക്കാൻ പദ്ധതി ഇട്ടോണ്ടിരിക്കുമ്പോൾ ഇവന്മാരുടെ ഒരു തൊലിഞ്ഞ സ്റ്റിക്കർ ഇതുപോലത്തെ ചീള് കേസുമായിട്ട് ഇത് മേലെ വന്നേക്കുന്നത്. കൊള്ളാല്ലേ? ഇതെന്തൊരു അത്ഭുതമാണ്. ബോസ്, ഇത് അപ്രത്യക്ഷമാക്കാൻ പറ്റുന്ന സ്റ്റിക്കറാ. ജട്ക ഉണ്ടാക്കി ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്നു. ജോൺ ആയിരിക്കും, ജോൺ ആയിരിക്കും. ആ ചുവന്ന വജ്രം ഇനി നമ്മുടെ കയ്യിൽ നിന്നും ആരും സ്വന്തമാക്കാൻ പാടില്ല. വാ, ഈ സാധനം ഉപയോഗിച്ച് ചുവന്ന വജ്രം നമുക്ക് എടുത്തോണ്ട് വരാം. Left, right, 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 left, right. ഷേഖ് സാർ, ഇവരാണ് മോട്ടു പത്ലു, ഈ നാടിന്റെ ധീരനായ ചെറുപ്പക്കാർ. അത് മാത്രമല്ല, നിങ്ങളുടെ വജ്രത്തിന്റെ സുരക്ഷ ഇവരാണ് നോക്കുന്നത്. ഓഹോ, നന്ദിയുണ്ട്. എന്റെ വജ്രത്തിന് നിങ്ങൾ കാവൽ നിൽക്കുന്നത് വളരെ സന്തോഷം തന്നെ. നന്ദിയുണ്ട് സ്നേഹിതരെ, നന്ദിയുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? സാറേ, വജ്രത്തിന്റെ 4 ഭാഗത്തും അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആര് മോഷ്ടിക്കാൻ ശ്രമിച്ചാലും അപ്പ അലാറം അടിക്കും. സെക്യൂരിറ്റി സിസ്റ്റം വേറെയും ഉണ്ട്. വരൂ, കാണിച്ചു തരാം. മോട്ടു പത്ലു, ബി അലർട്ട്. Yes, sir. ഓക്കേ? ഓക്കേ സാറേ. ശരി, നമുക്ക് നാളെ കാണാം. ഞാൻ നാളെ രാവിലെ തന്നെ എത്താം. എന്നിട്ട് എക്സിബിഷൻ തുടങ്ങാം. നന്ദി. Left, right, left, right, left, right. നാളെ എക്സിബിഷൻ വെച്ചിരിക്കുകയാണല്ലേ? വെച്ചോ. പക്ഷെ ഇവിടെ വരുന്ന ഒറ്റൊരുത്തമാര് ഈ വജ്രം കാണാൻ പോകുന്നില്ല. ഞാനിപ്പോ തന്നെ അത് അടിച്ചു മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് വേണം എന്റെ ജീവിത ലക്ഷ്യം ഒന്ന് നിറവേറ്റാൻ. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ അലാറം ഇതുവരെ ഓഫ് ചെയ്തില്ല മണ്ടന്മാരെ. പത്ലു, നീ ആ അലാറത്തിന്റെ ശബ്ദം കേട്ടോ? അത് ഞാനും കേട്ടു. പക്ഷെ ഈ അലാറം അടിക്കാനുള്ള കാരണം എന്താ? നമ്മള് മാത്രല്ലേ ഉള്ളൂ ഇവിടെ. നമുക്ക് വജ്രം എടുത്തോണ്ട് വീട്ടിൽ പോകാം. ആ വജ്രം നമുക്ക് ഇപ്പൊ പൊക്കാം. മണ്ടന്മാരെ, ആദ്യം സെക്യൂരിറ്റി അലാറം പോയി ഓഫ് ചെയ്യ്. ആരാത്? ആരാണെന്നാ ചോദിച്ചേ? ഇവിടെ ആരുമില്ല, ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ. നിങ്ങൾ ധൈര്യമായിട്ട് ഉറങ്ങിക്കോളൂ. സോറി പത്ലു, അതെന്താ അവരുടെ കുടുംബകാര്യം അത്ര? ആരുടെ കുടുംബകാര്യം എന്നാ അത് പറ. ഭൂതം.
ഈ വജ്രം ഇതെങ്ങോട്ടാ പോകുന്നത്? ഭൂതപ്രേത പിശാചുക്കളെ പൊയ്ക്കോളൂ. ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണേ. ഭൂതപ്രേത പിശാചുക്കളെ പൊയ്ക്കോളൂ. ദൈവമേ കൈ തൊഴാൻ കേക്കുമാറാകണേ. ഈ വജ്രം ഇത് ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾക്കാർക്കും വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. നിനക്കോ? ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഇവന്മാര് നമുക്കിട്ട് കുറെ പണിതിട്ടുള്ള ഇന്ന് ഇവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം. എന്തുവാടാ ഇത്? ഒരു വജ്രം പിടിക്കാൻ പോലും നിങ്ങൾക്ക് കെൽപ്പില്ലേ? എടാ തടിയാ, അതും എടുത്തതാ. പോയിട്ട് വേറെ പണിയുള്ളതാ. ഈ തടിയൻ ആള് കൊള്ളാമല്ലോ. ഇവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയാലോ? എന്നെ കാണുന്നത് പോലെയല്ല. ഞാൻ ആള് ശരിയല്ല. എന്നെ വിട്ടേക്കൂ. എന്റെ കൂട്ടുകാരൻ ഒരു ആവശ്യം പറഞ്ഞതാ. നിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. നിന്നെ ഭൂതമാക്കി മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യരൂപത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വേണ്ട, എന്നെ ഭൂതമാക്കരുത്. എനിക്ക് പത്തിലില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു മോട്ടു, നീ എന്നെ എന്തിനാ കൊലക്ക് കൊടുക്കുന്നേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിക്കുക. ആരാണ് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് അയാളെ ഞങ്ങൾ ഒഴിവാക്കിയേക്കാം. മറ്റവനെ ഞങ്ങൾ പൊക്കും. രണ്ടിന്റെ ഡാൻസ് തുറന്നു രണ്ടിനെ അങ്ങ് പൊക്കിയേക്കാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഭൂതമാകുന്നത് നിങ്ങൾ പോലും അറിയില്ല. ആ കൂട്ടുകാരെ, യുവന്മാരെ അങ്ങ് പൊക്കിക്കോ. വേണ്ട, ദയവ് ചെയ്ത് എന്നെ ഭൂതമാക്കരുത്. ഭൂതമാക്കരുത് പ്ലീസ്. ഇതെന്ത് മറുമായ? നമ്മുടെ കൈ കാണാൻ തുടങ്ങിയല്ലോ. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. വാ, സ്ഥലം വിടാം. ഓടിക്കോ, വേഗം വേഗം ഓട്. ആ ഡോക്ടർ ചടുക്കേണ്ട ഒരു സാധനവും മര്യാദയ്ക്ക് ഉപയോഗപ്പെടില്ല. നിക്ക നിക്ക്, എന്റെ മോട്ടോർ ബൈക്ക്. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഇനി മുകളിലുള്ള ആള് വിചാരിച്ച പോലെ നമ്മളെ പിടിക്കാൻ പറ്റില്ല. ഇല്ല. ഞാനാണ് ഇൻസ്പെക്ടർ ചിങ്കം. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. സാറ് കണ്ടില്ലേ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട ഈ ജോണിനെ പിടിച്ചതെന്ന്? ഇവൻ ഈ വജ്രവും മോഷ്ടിച്ചോണ്ട് പോവുമായിരുന്നു. ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം മേടിച്ചു തരണം. ഷേഖ് സാറേ, ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയ നിങ്ങളുടെ ഈ വജ്രം അവന്റെ അടുത്തുനിന്ന് തിരിച്ചു പിടിച്ചത്. ഷേഖിനോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നുണ്ട്. നന്ദി നന്ദി, നിങ്ങൾ എനിക്ക് വേണ്ടി നല്ലൊരു ജോലിയാണ് ചെയ്തിരിക്കുന്നത്. അഥവാ ഇത് കളവ് പോയിരുന്നെങ്കിലും എനിക്ക് വലിയ സങ്കടമൊന്നും വരാൻ പോകുന്നില്ലായിരുന്നു. എന്റെ കയ്യിലെ ഒറിജിനൽ ഉണ്ട്. അതെന്റെ ലോക്കറിൽ ഞാൻ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നോടാ കളി? എന്താ? Oh no!